സ്തോത്രം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രഥമ അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന യോഹന്നാനാണ് ഈ ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. AD 85-നും 95-നും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് ഈ ലേഖനം എഴുതിയെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതിന്റെ പ്രതിപാദ്യ വിഷയം 3 വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ 3 വ്യക്തികളെ വിലയിരുത്തുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിന് അനുസരണമായി ജീവിച്ച യോഹന്നാന്റെ അടുത്ത ഒരു സ്നേഹിതനായ ഗായോസ് തന്നെത്താൻ ഉയർത്തുകയും യോഹന്നാൻ എന്ന അപ്പോസ്തലനോട് എതിർത്തു നിൽക്കുകയും ചെയ്ത ദിയോത്രയോഫേസ്, സത്യത്തിൽ തന്നെയും സാക്ഷ്യം ലഭിച്ച ദെമേത്രിയോസ് എന്ന വ്യക്തി. 3 വ്യക്തിത്വങ്ങളാണ് ഇതിനകത്തെ കഥാപാത്രങ്ങൾ. ഇന്ന് പകലിൽ ഈ 3 പേരെ കുറിച്ച് വളരെ ശാന്തമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഇരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായി യോഹന്നാൻ അവിടെ പറയുന്നത് ഗായോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനെ കുറിച്ചാണ്. സ്തോത്രം. അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം ധർമ്മക്കാരൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:14 കടന്നു വരുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ് ഗായോസ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 29 കടന്നു വരുമ്പോൾ ഈ ഗായോസ് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു സഹ ശുശ്രൂഷകനായി മാറിയതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ ഗായോസിനെ കുറിച്ച്, ഗായോസ് എന്ന പേരിൽ 1-ലധികം കഥാപാത്രങ്ങൾ വേദപുസ്തകത്തിൽ ഏകദേശം 3ഓളം പേരെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് പൗലോസിന്റെ സഹ ശുശ്രൂഷകനായി മാറിയ ഗായോസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ വ്യക്തിയെ കുറിച്ച് പറയപ്പെടുന്ന 1-2 കാര്യങ്ങൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വായിക്കാം. 3-ാമത്തെ വാക്യം. സഹോദരന്മാർ വന്ന്, ഗായോസിനെ കുറിച്ച് സഹോദരന്മാർ വന്ന് യോഹന്നാനോട് പറയുന്ന ഒരു പറച്ചിൽ. എന്താ പറയുന്നത്? നീ സത്യത്തിൽ നടക്കുന്നു. സ്തോത്രം. സഹോദരന്മാർ വന്ന് ഗായോസിനോട് യോഹന്നാനോട് അറിയിക്കുകയാണ് ഗായോസിനെ കുറിച്ച്. എന്താണ് ഗായോസിനെ കുറിച്ച് പറഞ്ഞത്? ഗായോസ് സത്യത്തിൽ നടക്കുന്നു. എങ്ങനെ നടക്കുന്നു? സത്യത്തിൽ. എന്താണ് സത്യം? ഏറ്റവും വലിയ സത്യം എന്താണ്? പീലാത്തോസിന്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കുന്ന യേശു കർത്താവിനോട് പീലാത്തോസ് ഒരിക്കൽ ചോദിച്ചു, സത്യം നീ പറ. സത്യമാണ് പീലാത്തോസിന്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കുന്നത്. ഏറ്റവും വലിയ സത്യം കർത്താവാണ്. സ്തോത്രം. 2, ദൈവവചനമാണ് സത്യം. മനസ്സിലാകുന്നുണ്ടോ? സത്യത്തിന്റെ ആത്മാവ്. ഇതൊക്കെയാണ് സത്യം. എന്നുകൂടെ പറഞ്ഞാൽ ദൈവവചനപ്രകാരം നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ് ഈ ഗായോസ് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. യോഹന്നാൻ പറയുകയാണ്, സഹോദരന്മാർ വന്ന് ഗായോസിനെ കുറിച്ച് അറിയിക്കുകയാണ്. ഗായോസ് സത്യത്തിൽ നടക്കുന്നവനാണെന്ന്. ആരായി സഹോദരന്മാർ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവകൽപ്പന അനുസരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന വിശ്വാസ സമൂഹത്തെ കുറിച്ചാണ് താനിവിടെ പറയുന്നത്. സഹോദരന്മാർ, അല്ലാതെ രക്തബന്ധത്തെ അല്ല അവിടെ ആമേൻ വിലയിരുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കൂട്ടുവിശ്വാസികളായ ഗായോസിനോടുകൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ, ആ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾ യോഹന്നാനെ അറിയിക്കുകയാണ്, ഈ ഗായോസ് എന്ന് പറയുന്ന നിന്റെ ശുശ്രൂഷയിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഒരു സഹ ശുശ്രൂഷകനായി മാറിയ ഗായോസിനെ കുറിച്ച് വിലയിരുത്തുന്നു. ഗായോസ് സത്യത്തിൽ നടക്കുന്നു. പകലിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മൾ നടക്കുന്നത് സത്യത്തിലായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ,
ദൈവ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നവരായിരിക്കണം എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മുഖത്ത് കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഗായോസിന്റെ നല്ലൊരു ഗുണം, അവൻ എങ്ങനെയാ നടക്കുന്നത്? സത്യത്തിൽ നടക്കുന്നു, വചനപ്രകാരം നടക്കുന്നു, കർത്താവിലൂടെ നടക്കുന്നു, ദൈവകൃപയിൽ ദൈവ ഇഷ്ടത്തിലൂടെ ആമേൻ താൻ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് അദ്ദേഹത്തെ കുറിച്ച് അച്ചാവാക്യം ഒന്ന് വായിക്കാം. പ്രിയനെ രണ്ടാമതായി അവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, നീ വിശേഷാൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി, അതിഥികൾക്കു വേണ്ടി നീ എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഗായോസിന്റെ മറ്റൊരു പ്രത്യേകത, അവൻ അതിഥി സൽക്കാരം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതിഥി സൽക്കാരം, മറ്റുള്ളവരെ സൽക്കരിക്കുന്ന മനോഭാവമുള്ളവൻ, അല്ലേ? സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർ 16:23. മാറി മാറി എടുത്ത് വായിക്കുക വേഗത്തിൽ. എനിക്കും സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് എന്ന് ഗായോസിനെ കുറിച്ച് പൗലോസ് അവയെ പ്രസ്താവിക്കുകയാണ്. അപ്പൊ ഗായോസിന്റെ അവനൊരു പ്രത്യേകത അതിഥി സൽക്കാരം, അല്ലേ? ദൈവമക്കളെ സൽക്കരിക്കുക, അതിഥികളെ കൈക്കൊള്ളുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അങ്ങനെ ഒരു ഗുണവിശേഷം ആർക്കുണ്ട്? ഗായോസിനുണ്ട്, അല്ലേ? കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്? മറക്കരുത്. അറിയാതെ അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചതുകൊണ്ട് അബ്രഹാമിന്റെ തലമുറകളെ ദൈവം മാനിച്ചുയർത്തുവാനിടയായി. ഒരു വിശ്വാസി സത്യത്തിൽ നടക്കണം, ദൈവവചന പ്രകാരം നടക്കണം. രണ്ട്, ഒരു വിശ്വാസി അതിഥി സൽക്കാരം ചെയ്യുന്നവനായിരിക്കണം. നടയിൽ ഒരു ദൈവവൈതൽ വന്നാൽ, ഒരു കൂട്ടുവിശ്വാസിയെ കണ്ടാൽ ആമേൻ അവരെ സൽക്കരിക്കുവാൻ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്, അല്ലേ? അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നപ്പോൾ ദൂതന്മാരാണ് എന്ന് അറിയാതെ അബ്രഹാം അവരോട് പറഞ്ഞു, അവൻ നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിപ്പീൻ, ഞാൻ നിങ്ങളെ സൽക്കരിച്ചു. എന്നിട്ട് അബ്രഹാം എന്താ ചെയ്തത്? വീട്ടിനകത്ത് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ദൂതന്മാർ വന്നിരിക്കുക, ദൂതന്മാരെന്ന് പറഞ്ഞാൽ അതിഥികൾ വന്നിട്ടുണ്ട്, അവർക്ക് സൽക്കാരം നൽകണം എന്ന് പറഞ്ഞിട്ട് 3 പേര് വന്നതുകൊണ്ട് ഒരു 3 ഇടങ്ങാഴി മാവെടുത്ത് ആമെ കുഴച്ച് അപ്പം ഉണ്ടാക്കി. ആ സമയം കൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? ആമേ തൊഴുത്തിൽ ചെന്ന് നല്ല തടിച്ചു കൊഴുത്ത ഒന്നിനെ പിടിച്ച് അറുത്ത് അതിനെ പാകമാക്കി ഇറച്ചിയൊക്കെ വെച്ച് അപ്പവും ഇറച്ചിയും കൊണ്ട് അബ്രഹാം ആർക്ക് കൊടുത്തു? ഈ അതിഥികളെ സൽക്കരിച്ചു. അതിന്റെ അനുഗ്രഹം അബ്രഹാമിന്റെ സന്തതികൾക്ക് ദൈവം കൊടുത്തു. നാം വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. അതിന് കൂടുകയുമില്ല, കുറയുകയുമില്ല. ഞാൻ പറയാം, അബ്രഹാമിനോട് ചോദിച്ച, അബ്രഹാമേ, നീ എന്താ ഈ അതിഥികളെ കൂടാരത്തിനകത്ത് സ്വീകരിക്കാത്തത്? അബ്രഹാം പറഞ്ഞു, ഞാൻ കൂടാരത്തിലാണ് താമസിക്കുന്നത്, ചെറിയ സംവിധാനമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ദൈവദാസന്മാരെ ഞാൻ എന്ത് ചെയ്തത്? വൃക്ഷത്തിന്റെ ചുവട്ടില് വെളിയിൽ ഇരുത്തിയത്. സ്തോത്രം. നല്ല വീടൊക്കെ ദൈവം നമുക്ക് തരുമ്പോ ദൈവദാസന്മാരെയും ദൈവമക്കളെയും സിറ്റ് ഔട്ടിലല്ല സൽക്കരിക്കേണ്ടത്, വീട്ടിനകത്ത് നമ്മൾ അവരെ സൽക്കരിക്കണം. പാസ്റ്റർ എന്നാ പറയുന്നേ? ഇവരെല്ലാം കയറി അകത്ത് കയറി അങ്ങ് ചവിട്ടി മതിച്ച് വശവാക്യോ ഇല്ലാതെയാക്കി വെച്ച് അങ്ങ് പോയാ ഇത് പിന്നെ വൃത്തിയാക്കൽ ഞങ്ങളുടെ ജോലിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ സിറ്റ് ഔട്ടില് ഇരുത്തുന്നേ. ഈ ദൈവമക്കളുടെ കണ്ണുനീരിന്റെ മറുപടിയാണ് ഈ കൊട്ടാരമെന്ന് നീ മറക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞില്ല. അബ്രഹാം വൃക്ഷത്തിന്റെ ചുവട്ടിൽ സൽക്കരിച്ചു. അബ്രഹാമിന്റെ തലമുറകൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവയാകുന്ന ദൈവം
അബ്രഹാമിന്റെ സന്തതികൾക്ക് ആഹാരം കൊടുത്തു. എവിടെ കൊടുത്തു? അവര് പാർത്ത വീട്ടിനകത്തല്ല. അബ്രഹാമിന്റെ സന്തതികളോട് ദൈവം പറഞ്ഞു, നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന മന്ന നിങ്ങൾക്ക് പാളയത്തിൽ കിട്ടും. എന്താ വീട്ടിനകത്ത് കൊടുക്കാത്തെ? നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദൂതന്മാരെ അന്ന് സൽക്കരിച്ചത് വീട്ടിനകത്തല്ലായിരുന്നു, വീടിന് പുറത്ത്. അന്ന് അബ്രഹാം വിതച്ചത് ഇന്ന് തലമുറ കൊയ്തു. വീട്ടിന് പുറത്ത്. 2 3 മാവെടുത്ത് അപ്പം ഉണ്ടാക്കി. എത്ര ദൂതന്മാരാ വന്നേ? 3 പേര്. ആൾക്ക് 1 ഡങ്ങാഴി. അബ്രഹാമിന്റെ സന്തതിക്ക് മന്ന കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ആളൊന്നിന് 1 ഡങ്ങാഴി വെച്ച് എന്ത് ചെയ്യാവൂ? പെറുക്കാവൂ. ഏറെ പെറുക്കിയാൽ ക്രമിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? 3 കാട ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് എണ്ണം പറഞ്ഞല്ല കൊടുത്തേ. നിങ്ങൾക്ക് എത്രത്തോളം പിടിച്ച് ഇറച്ചി തിന്നാമോ അത്രത്തോളം തിന്നോ. എന്നാ കാര്യം? 3 ദൂതന്മാർക്ക് അവൻ ഇഷ്ടം പോലെ അബ്രഹാം അളവില്ലാതെ ഇറച്ചി കൊടുത്തു. തലമുറയ്ക്ക് ദൈവം അളന്നു കൊടുത്തു. ഇന്നത്തെ വിശ്വാസി വരുന്ന ദൈവമക്കൾക്ക് പഴം മീനും പഴങ്കറിയും കൊടുത്തേച്ച വീട്ടിലുള്ളവരാ വറുത്തതും പൊരിച്ചതും ആരാധന കഴിഞ്ഞ് കഴിക്കുന്നേ. എങ്ങനെ രക്ഷപ്പെടും? സ്വോത്രം. 2 ചട്ടിയിലുള്ള പാചകം നടത്തരുത് ഒരു വീട്ടില്. വരുന്നവരെ വേണം മാനിക്കാൻ, വരുന്നവരെ വേണം സൽക്കരിക്കാൻ. വരുന്നവർക്ക് കറിവെച്ച മീനും വീട്ടിലുള്ളവർക്ക് വറുത്ത മീനും. സ്വോത്രം. അത് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഉള്ളത് പറയുമ്പോഴാ ആമേൻ ചിലർക്ക് പ്രയാസം ഉണ്ടാകുന്നേ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഗായോസ് അതിഥികളെ സൽക്കരിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. പൗലോസ് അതിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എനിക്കും ദൈവജനത്തിനും വേണ്ടി ഗായോസ് അതിഥി സൽക്കാരം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഗായോസിനെ പോലെ നമുക്ക് മറ്റുള്ളവരെ സൽക്കരിക്കുവാൻ, ദൈവജനത്തെ സൽക്കരിക്കുവാൻ, ദൈവമക്കളെ ബഹുമാനിക്കുവാൻ, മറ്റുള്ളവർക്ക് കൈകൊടുക്കുവാൻ, കാണുമ്പോൾ കാണാത്തവരെ പോലെ മുഖം മറച്ച് മാറിപ്പോകുകയല്ല. സ്തോത്രം. അവർ കണ്ടില്ലെന്ന് മാറിപ്പോയാലോ നീ അടുത്ത് ചെന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തേച്ച് നീ കടന്നുപോയി നോക്ക്. സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടത്തില്ല. ഹല്ലേലൂയ. അബ്രഹാം വിതച്ചത് തലമുറ കൊയ്തു. ഗായോസ് അതിഥി സൽക്കാരം ചെയ്യുന്നവനായിരുന്നു. സമയം കുറവാണ്. 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ച്. പ്രിയനെ, മൂന്നാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുക, അവൻ വിശ്വസ്തത കാണിക്കുന്നവനാണ്. ഗായോസിന്റെ 3ാമത്തെ പ്രത്യേകത, ഗായോസ് എങ്ങനെയുള്ളവനാണ്? വിശ്വസ്തനാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹം വിശ്വസ്തനാണ്. തനിക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലും താൻ വിശ്വസ്തനായിരുന്നു. ദൈവമക്കളെ, നാം വിശ്വസ്തരാകുന്നു എങ്കിൽ അധികത്തിൽ ദൈവം നമ്മെ വിചാരകനാക്കി മാറ്റും. അല്പത്തിൽ വിശ്വസ്തനായിരുന്നു അല്ലേ? നമ്മൾ സ്തോത്രം ദൈവ ഭവനത്തിൽ വിശ്വസ്തരായിരിക്കണം. ദൈവസഭയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആരാധിക്കുന്നതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആത്മീക കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആരാധന വിഷയങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആമേൻ. ഗായോസിനെ കുറിച്ച് പറയുന്നവൻ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നു. 3-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം
തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ. അതിന്റെ രണ്ടാമത്തെ വാക്യം, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ഈ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നോക്കുക, ഈ ഗുണങ്ങൾ ഉള്ള ഗായോസിന് വേണ്ടി യോഹന്നാൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നല്ല ഗുണങ്ങളുള്ള ദൈവമക്കൾക്ക് വേണ്ടി എപ്പോഴും ദൈവദാസന്മാരുടെ മധ്യസ്ഥത ഉണ്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു അഭിഷിക്തന്റെ മധ്യസ്ഥത, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അവൻ അവർ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവേ ഇന്ന വിശ്വാസിയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ മധ്യസ്ഥത ചെയ്യുന്നിടത്തോളം ഒരു മധ്യസ്ഥനും മറ്റൊരിടത്തും ഉണ്ടാവുകയില്ല. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റൊരു പാസ്റ്റർമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ വിചാരിക്കണ്ട. ഓ, എന്റെ വീട്ടിൽ വന്നപ്പോ 1500 ഞാൻ കൊടുത്തു വിട്ടത്, അതുകൊണ്ട് പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓർക്ക പോലും ഇല്ല. ഈ 1500 തീരുന്നത് വരെ ഓർക്കും, അത് തീർന്നാൽ പിന്നെ ഓർക്കില്ല. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. സ്തോത്രം. നമുക്ക് ഒരു ശുശ്രൂഷകൻ ഉണ്ടെങ്കിൽ ആമേൻ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥത ഏറ്റവും വിലയുള്ളതാണ്. ഏറ്റവും വിലയുള്ളതാണ്. ഇവിടെ യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. എന്താ തന്റെ പ്രാർത്ഥനയുടെ ധ്വനി? 2 കാര്യങ്ങളാണ് യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും. അവിടെ യോഹന്നാൻ പറയുകയാണ്, പ്രിയനെ ഗായോസേ, നീ ശുഭമായിരിക്കുന്നു. എവിടെ? നിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മീക വിഷയത്തിനകത്ത് അവൻ നീ ശുഭമായിരിക്കുന്നു. സ്തോത്രം. എന്നാൽ നിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തില് ആമേൻ സ്തോത്രം ആമേൻ നിന്നെ വേദനിപ്പിച്ച് നീ ശുഭതയല്ല അനുഭവിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പ്രിയനെ നീ ശുഭമായും സുഖമായും ഇരിക്കണം. ഇവിടെ ശുഭമായി എന്ന പദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഗ്രീക്കിൽ അതിന് ഗുഹിയാമീൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഗുഹിയാമീൻ എന്താണ്? ഗുഹിയാമീൻ അർത്ഥം ആത്മാവിൽ ആരോഗ്യമുള്ളവനായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവിൽ ആരോഗ്യമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആ വാക്കിന്റെ അർത്ഥം ആത്മാവിലുള്ള ആരോഗ്യം. സ്തോത്രം. നീ ശുഭമായിരിക്കണമെന്ന് യോഹന്നാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആത്മാവിൽ ആരോഗ്യമുള്ളവനായിരിക്കും. ആത്മാവിൽ ആരോഗ്യമുള്ളവൻ. അതിന്റെ അർത്ഥം ഇപ്പോ ഗായോസിന് എന്തില്ല? ആത്മാവിൽ ആരോഗ്യമില്ല. പുറമേ എന്തുണ്ട്? ആരോഗ്യവാനാണ്. പക്ഷേ അവന്റെ ആത്മീക ജീവിതത്തിനകത്ത് അവൻ ശുഭമല്ല, അവൻ ആരോഗ്യമുള്ളവനല്ല എന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പുറമേയുള്ള ആരോഗ്യമല്ല നമുക്ക് വേണ്ടത്, അകമേ ആത്മീകമായിട്ട് നമുക്ക് ആരോഗ്യമുള്ളവരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അവൻ അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് എന്തുണ്ടായിരിക്കണം? ആത്മീകമായിട്ടുള്ള ആരോഗ്യമുണ്ടായിരിക്കണം. 3 നിലകളിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ആത്മീക ആരോഗ്യമുള്ളവരായിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വേഗത്തിൽ ചിന്തിക്കുവാൻ പോകുന്നു. വായിക്കുക തീത്തോസ് 1:13. വേഗത്തിൽ തീത്തോസ് 1:13. അവൻ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീക തലത്തിലുള്ള 3 വിധമായ ആരോഗ്യങ്ങളിൽ ഒന്ന്. അവിടെ എന്താ വായിക്കുന്നത്? അത് നിമിത്തം അവർ
വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ എന്തൊക്കെയോ പിടികിട്ടാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? നീ ശുഭമായിരിക്കണം. ശുഭമായിരിക്കണം എന്നതിന്റെ ഗ്രീക്ക് ഭാഷ ആരോഗ്യമുള്ളവനായിരിക്കണം എന്നാണ്. അപ്പോൾ അവൻ ഗായോസിന് പുറമെ നല്ല ബലമാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. പക്ഷേ അവന്റെ ആത്മീക ദാരിദ്ര്യം മനസ്സിലാക്കിയ യോഹന്നാൻ പറയുകയാണ്, നിന്റെ ആത്മീക ജീവിതത്തില് നീ ആരോഗ്യമുള്ളവനായിരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ദൈവസഭ, ഒരു വിശ്വാസി ഏതൊക്കെ നിലയിൽ ആരോഗ്യമുള്ളവനായിരിക്കണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവചനത്തിൽ. ഒന്ന്, വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ആരോഗ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. പ്രൈസ് ദി ലോർഡ്. അല്പവിശ്വാസം മതിയോ? ഇല്ല. ഹല്ലേലൂയ. സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ അവർ എന്ത് ചെയ്യുകയാണ്? അവർ നിലവിളിക്കുകയാണ്. കാറ്റും കടലും പ്രതികൂലമായപ്പോൾ അവർ അവിടെ കിടന്ന് നിലവിളിച്ചു. കർത്താവിനോട് ചോദിച്ചു, നാഥാ, അവൻ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? അവൻ കർത്താവ് അവരോട് പറഞ്ഞ അല്പവിശ്വാസികളെ എന്നവരെ വിളിച്ചു സംസാരിച്ചു. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ ഇടറിപ്പോകരുത്. ഇടറിപ്പോകുന്നതിന്റെ കാരണം എന്താണ്? അവൻ ആരോഗ്യമുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നല്ല നിമിഷങ്ങൾ വരുമ്പോൾ മാത്രം നല്ല വിശ്വാസം. പാട്ട് പാടുന്നത് വിശ്വാസത്തിന്റെ പാട്ടാണ്, പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, ഏകാന്തതയിലേക്ക് നീ കടന്നു പോകുമ്പോൾ, വേദനാ നിമിഷങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തോടെ ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് മുതൽക്കാലം നമ്മളോട് തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായിരിക്കുന്ന ആരോഗ്യം വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്ന വിശ്വാസത്തിൽ ആരും ഞാൻ ആരെ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അറിയാം. ഹല്ലേലൂയ. എന്റെ വിശ്വാസത്തിനെതിരെ ഒരു വാക്ക് വന്നാൽ ഞാൻ ഇടറിപ്പോവുകയില്ല. എന്റെ വിശ്വാസ ജീവിതത്തിനെതിരെ ഒരു ചോദ്യം ചെയ്യൽ വന്നാൽ ഞാൻ പതറിപ്പോവുകയില്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരെയാ? സഭയല്ല, സംഘടനയല്ല, വ്യക്തികളെ അല്ല. എന്റെ വിശ്വാസം ഞാൻ അർപ്പിച്ചിരിക്കുന്നത് യേശു കർത്താവിലാണ്. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിനെ പറയാൻ കഴിയും, എന്റെ വിശ്വാസം എങ്ങനെയുള്ളത്? ആരോഗ്യമുള്ള വിശ്വാസം. അപ്പോൾ ഒരു ദൈവ പൈതൽ ആത്മീകത്തിൽ ആരോഗ്യമുള്ളവനായി മാറണമെങ്കിൽ ഒന്ന്, അവൻ വിശ്വാസത്തിൽ അവൻ ആരോഗ്യമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. വായിക്കാം. 2 യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ. 2, വചനത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. മനസ്സിലായോ? ഒരു വിശ്വാസി ഏതിലൊക്കെ ആരോഗ്യമുള്ളവനായിരിക്കണം? ഒന്ന്, വിശ്വാസത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അടയാളപ്പെടുത്തുക, വീട്ടിൽ പോയി വായിക്കുക. ഇപ്പൊ വായിച്ചു തീർത്താൽ തീരുകയല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒന്ന്, വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. 2, വചനത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്താ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാണ്. അതാണ് ക്രൂശിന്റെ ശക്തി, അല്ലെങ്കിൽ വചനത്തിന്റെ ശക്തി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 14:3 അത് കൃപയുടെ വചനമാണ്. റോമർ 10:8 അത് വിശ്വാസത്തിന്റെ വചനമാണ്. 2 തിമോഥെയോസ് 2:15 അത് സത്യവചനമാണ്. യോഹന്നാൻ 6:68 അത് നിത്യജീവന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. ഈ വചനം നമ്മെ ഉറപ്പിക്കും, ഈ വചനം നമ്മെ നിലനിർത്തും, ഈ വചനം നമ്മെ ജീവിപ്പിക്കും,
ഈ വചനമാണ് സകലതും ഉളവായി വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ വചനത്തിന്റെ ശക്തിയാലാണ് ആമേൻ സകലതും ഉളവായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ നമ്മൾ ആമേൻ വിശ്വാസത്തിൽ മാത്രമല്ല ദൈവവചനത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. 3, ആമേൻ ഗായോസിനോട് ആമേൻ ഗായോസിന് വേണ്ടി യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത്. ആമേൻ യോഹന്നാനിൽ നമ്മൾ വായിക്കുന്ന 3 യോഹന്നാനിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും ആത്മാവിൽ ആരോഗ്യമുള്ളവനായിരിക്കണം. യോഹന്നാൻ പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട് നീ ആത്മാവിൽ ആരോഗ്യമുള്ളവനായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം. നമ്മൾ ആത്മനിറവിൽ ഒന്ന് ശാസിച്ചാൽ എന്ത് ചെയ്യണം? സ്തോത്രം. നമുക്കൊരു അധികാരമുണ്ട്. ആത്മാവിൽ ആരോഗ്യം വേണം. സ്തോത്രം. ചിലര് പണ്ട് കാലങ്ങൾ ആരാധിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. കാന്താരിമുളകിന്റെ അത്രേ കാണുള്ളൂ. സ്വഭാവമല്ല ആളിന്റെ വലിപ്പം. പക്ഷേ ആരാധിക്കുന്ന ആരാധന ആത്മശക്തിയുടെ നിറവും കണ്ടാൽ അറിയാം ആത്മാവിന് ആരോഗ്യമുള്ളവനാണ്. സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം യഹോവയെ കാത്തിരിക്കുന്നവൻ ആത്മശക്തിയെ പുതുക്കും. ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന ദൈവമുണ്ട്. ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ആത്മനിറവ് ഏറ്റെടുത്തുകൊണ്ട് ആത്മപകർച്ച ഏറ്റെടുത്താൽ മാത്രമേ ദൈവജനമേ പ്രതികൂലത്തിന് മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ നോക്കുകയുള്ളൂ. നീ ആഗ്രഹിക്കുന്നതായ നിലവാരമല്ലതിന്റെ മുമ്പിൽ വെളിപ്പെടാനിരിക്കുന്നത്. കാറ്റ് മാറി വീശാൻ പോകുമ്പോ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകൾ നിനക്കെതിരെ കടന്നു വരുമ്പോ നിനക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ, നിനക്ക് വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ, നിനക്ക് ആത്മാവിൽ നിലനിൽക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ നീ ആരോഗ്യമുള്ളവരായി മാറണം. യോഹന്നാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇവൻ ഇതിലൊക്കെയും ആരോഗ്യമുള്ളവനായിരിക്കണമെന്ന് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത് യോഹന്നാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം അവൻ ശുഭമായിട്ട് മാത്രമല്ല അവൻ സുഖമായിട്ടും ഇരിക്കണം. എങ്ങനെ ഇരിക്കണം? സുഖം. അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അഭിവൃദ്ധി എന്നാണ്. ഹല്ലേലൂയ അഭിവൃദ്ധി എന്നാണ്. സുഖമായിരിക്കണം എന്നുള്ളതിന് ആമേൻ സ്തോത്രം ഗ്രീക്കില് ആമേൻ യുഡോമോ എന്നൊരു പദമാണ്. അതിന്റെ അർത്ഥം ആമേൻ അഭിവൃദ്ധി എന്നാണ്. ഹല്ലേലൂയ ആമേൻ. അതിന്റെ അർത്ഥം ആമേൻ ഇവന് അഭിവൃദ്ധി ഇല്ലായിരുന്നു എന്നാണ്. ഗായോസ് അഭിവൃദ്ധിയുള്ളവരായി മാറുവാൻ ആമേൻ ആമേൻ യോഹന്നാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇവനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഇവൻ അഭിവൃദ്ധി ഇല്ലെങ്കിലും ഇവൻ ആത്മീകനായിരുന്നു. സ്വതന്ത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇവന് അഭിവൃദ്ധിയില്ല, അവന് സൗഖ്യമില്ല, അവന് സുഖമില്ല, ക്ലേശമാണ്, ദുഃഖമാണ്, പ്രയാസമാണെങ്കിലും ഇവൻ ആരായിരുന്നു? ഒരു ആത്മീകനായിരുന്നു. ഇന്ന് മഴക്കാലം ഞാൻ നിങ്ങളോട് പറയാ, ഒരു ഗായോസിനെ പോലെ അവൻ ദൈവത്തിന് കൊള്ളാകുന്നവരാ, ദൈവസഭയ്ക്ക് കൊള്ളാകുന്നവരാ, ദേശത്തിന് കൊള്ളാകുന്നവരാ, ദൈവത്തിന് മാതൃകയുള്ളവരായി മുൻപോട്ട് പോകുന്നു എങ്കിൽ അഭിവൃദ്ധി മാത്രമല്ല ആരോഗ്യമുള്ളവരായിരിക്കുവാൻ, ആത്മീക ജീവിതത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുവാൻ നമുക്ക് കഴിയും. ദൈവഭക്തൻ പറഞ്ഞു, അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നും. ഞാൻ ഇടയ്ക്ക് രസത്തിന് വേണ്ടി പാസ്റ്ററോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ആ ദൈവഭക്തൻ പറഞ്ഞു, അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നും ഉണ്ട്. ഇന്നത്തെ അഭിഷിക്തന്മാരെ പറയും പഴയ ആരോഗ്യമൊന്നും എനിക്കിപ്പോ ഇല്ല. അതാ സത്യം. പഴയ കൃപ, പഴയ പ്രാർത്ഥന ഇപ്പൊ ഇല്ല, പഴയ അതൊന്നും ഇപ്പൊ ഇല്ല. സ്തോത്രം. പണ്ട് ആരാധിച്ച ആരാധന ഇപ്പൊ ഇല്ല. ആമേൻ സ്തോത്രം. പണ്ട് 5 പാട്ട് വരെ പാടും, ഇപ്പൊ 1.5 പാട്ടും പാടുമ്പോ കൊട്ട് നിർത്തും. 1.5 പാട്ടും കൊട്ടും. പിശാചിന് പോലും അറിയാം. ഇവ എത്ര കൊട്ടിയാലും 1.5 പാട്ട് കഴിയുമ്പോൾ കൊട്ട് നിർത്തും. പിശാചിന് അറിയാം. ആദ്യത്തെ ഒരു പാട്ട് മുഴുവൻ പാടി, രണ്ടാമത്തെ പാട്ട് അരപ്പാട്ട് പാടിയപ്പോ ആത്മാവ് ഇറങ്ങി. 1.5 പാട്ട് കൊട്ട്, പിന്നെ മുഴുവൻ കൊട്ട. കൊട്ടി 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 കൊട്ടുന്നവന്റെ കയ്യും കുഴഞ്ഞു. ആമേ തമ്പേറിന്റെ തോലും പോയി. സ്തോത്രം. ആമേ അടിച്ചു കൊടുക്കുന്ന കിലുക്കിന്റെ എല്ലാ കിഴുങ്ങാമണികളും തെറിച്ചു പോയി. ആമേ കൊട്ട് 1.5 പാട്ട് കഴിഞ്ഞ് കൊട്ടും നിർത്തും. അത് പിശാചിന് പോലും അറിയാം. ഇതാ ഇന്നത്തെ ആത്മീക നിലവാരം. ഇത് പോരാ, ഇത് പോരെന്ന ദൈവാത്മാവ് ഇന്ന് പകർക്കാൻ ആഗ്രഹിക്കുന്നത്. നീ ഏതിൽ നിന്ന് വീണം ഓർക്കണം. എവിടെയാ പ്രാർത്ഥന നിന്നു പോയത്? എവിടെ ആരാധന നിന്നു പോയത്? എവിടെ ആത്മീക ജീവിതം നിലച്ചു പോയത്? എവിടെ വിശ്വാസ ജീവിതത്തിന് മങ്ങലേറ്റത്? എവിടെയാണ് ഭക്തിയുടെ വേഷം നിന്റെ ജീവിതത്തിൽ വന്നത്? യഥാർത്ഥ ഭക്തി എവിടെയാണ് ത്യജിക്കപ്പെട്ടത്? ആത്മീക ജീവിതം എവിടെയാണ് നീ അടിയറവ് വച്ചത്? ഇന്ന് പകൽക്കാലം
പത്രോസിനെ പോലെ മടങ്ങി വരുക, ദൈവകൃപയുള്ളവരായി തീരുക. ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ.